ആരാധന അങ്ങയ്ക്ക്, 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 ആരാധന അങ്ങയ്ക്ക്. എന്റെ പാറയാകും യേശുനാഥാ, എന്നെ കാക്കും ദൈവം നീയേ. എന്റെ പാറയാകും യേശുനാഥാ, എന്നെ കാക്കും ദൈവം നീയേ. മഹിമയും ബലവും നിറഞ്ഞവനേ, എന്നെന്നും സ്തുതി നിനക്ക്. മഹിമയും ബലവും നിറഞ്ഞവനേ, എന്നെന്നും സ്തുതി നിനക്ക്. ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, പരിശുദ്ധമേ ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്. ബലഹീന നേരങ്ങളിൽ നിന്റെ കൃപയ്ക്ക് തന്നല്ലോ നീ. എന്റെ ബലഹീന നേരങ്ങളിൽ നിന്റെ കൃപയ്ക്ക് തന്നല്ലോ നീ. യേശുനാഥാ നീ എന്റെ ബലവാനാ, ഞാനൊട്ടും ഭയപ്പെടില്ല. യേശുനാഥാ നീ എന്റെ ബലവാനാ, ഞാനൊട്ടും ഭയപ്പെടില്ല. ആരാധന അങ്ങയ്ക്ക്, 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 ആരാധന അങ്ങയ്ക്ക്. ചിറകുകളിൽ നിഴലിൽ ഇന്നും ആനന്ദം പകരുന്നു നീ. എന്റെ ചിറകുകളിൽ നിഴലിൽ ഇന്നും ആനന്ദം പകരുന്നു നീ. വിശ്വസ്തനും നീ എന്നും തുണയായതും സ്തുതിക്കു യോഗ്യനും നീ. വിശ്വസ്തനും നീ എന്നും തുണയായതും സ്തുതിക്കു യോഗ്യനും നീ. യേശുവേ ആരാധന അങ്ങയ്ക്ക്, യേശുവേ ആരാധന അങ്ങയ്ക്ക്, പരിശുദ്ധമേ ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്. ഇന്ന് ജീവനുള്ള നാളുകളെല്ലാം അങ്ങ് സ്തുതിച്ചു പാടിടുമേ. ഇന്ന് ജീവനുള്ള നാളുകളെല്ലാം അങ്ങ് സ്തുതിച്ചു പാടിടുമേ. നാഥാ നീ ചെയ്ത നന്മകളെ എന്നാളും സ്തുതിച്ചിടുമേ. നാഥാ നീ ചെയ്ത നന്മകളെ എന്നാളും സ്തുതിച്ചിടുമേ. ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്. കൊലോസ്യർക്കെഴുതിയ ലേഖനം 3-ാമത്തെ വാക്യം. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചു ഉപദേശിച്ചു നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടി. ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ. ജീവവചനത്തിന്റെ ധ്യാനചിന്തയുടെ എല്ലാ കേൾവിക്കാർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം. പ്രിയരെ, ഇന്ന് പകലിൽ എല്ലാവരും ആത്മാവിൽ ശരീരത്തിൽ ബലപ്പെട്ടിരിക്കട്ടെ. ഇരുൾ നിറഞ്ഞ ഹൃദയത്തിൽ നിന്ന് സ്തോത്രമുയരില്ല എന്നൊരു വിഷയമാണ് ഈ വാക്യത്തെ ആധാരമാക്കി നാം ഇന്ന് ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നത്. കുടപ്പിറപ്പുകളെ, സ്തുതിയും സ്തോത്രവും ഉയർത്തപ്പെടുന്നത് നന്ദിയുള്ള ഹൃദയങ്ങളിൽ നിന്നാണ് എന്ന് നമുക്കറിയാമല്ലോ.
നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് ദൈവത്തിന് എപ്പോഴും സ്തുതിയും സ്തോത്രവും ഉയർത്തുവാൻ കഴിയുന്നുണ്ടോ? ഒരു നന്ദിയുള്ള ഹൃദയത്തിന് ഉടമയായിരിക്കുവാൻ ഇന്ന് പകലിൽ ദൈവം നമ്മെ വിളിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ അതിലേക്ക് നയിക്കുന്നു. ദൈവത്തോട് നന്ദി അർപ്പിക്കുന്നതിന് വേണ്ടിയാണ് നാം സ്തുതിയും സ്തോത്രവും ഉപയോഗിക്കുന്നത്. ദൈവം എവിടെയും നോക്കുന്നത് നന്ദിയുള്ള ഹൃദയത്തിനുടമ എവിടെയുണ്ട് എന്നുള്ളതാണ്. നന്ദിയില്ലാത്ത ഒരു ഹൃദയം ഇരുൾ മൂടിയതായിരിക്കും, ഇരുട്ട് നിറഞ്ഞതായിരിക്കും. ഇരുൾ നിറഞ്ഞ ഇടുങ്ങിയ ഹൃദയം പ്രശ്ന കലുഷിതമായിരിക്കും എന്ന് മറക്കരുത്. എന്നാൽ നന്ദി നിറഞ്ഞ ഹൃദയം വിശാലവും സന്തോഷഭരിതവുമായിരിക്കും. പ്രിയ ദൈവത്തിൻ്റെ മക്കൾ എന്ന പദവി അവകാശമായി ലഭിക്കപ്പെട്ടവർ അവരുടെ ഹൃദയത്തിലെ സന്തോഷം ഒരിക്കലും അവരെ വിട്ടുപോകുവാൻ അനുവദിക്കരുത്. സ്വർഗീയ ആനന്ദവും ദൈവസ്നേഹവും ആത്മീയ അധികാരവും ദൈവിക സമാധാനവും ഭാഗ്യകരമായ പ്രത്യാശയും നിറഞ്ഞ ഒരു ജീവിതമാണ് പ്രിയരെ ദൈവം തൻ്റെ മക്കൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. പിതാവാം ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഈ ജീവിതം നമുക്ക് ലഭ്യമാകണമെങ്കിൽ, ആ ജീവിതം നമുക്ക് അനുഭവിച്ചറിയണമെങ്കിൽ നാം ദൈവത്തോട് നന്ദിയുള്ള ഒരു ഹൃദയത്തിനുടമയായിരുന്ന് തിരുവചനം ഹൃദയത്തിൽ വസിക്കുവാൻ അനുവദിക്കുകയും ദൈവത്തിന് ആരാധന കൊടുക്കുന്നവരുമായിരിക്കണം. നാം ഓരോ പ്രാവശ്യം നന്ദി അർപ്പിക്കുമ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് എന്ന് മറക്കരുത്. സങ്കീർത്തനത്തിൽ വായിക്കുന്ന സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു. പ്രിയരെ, സുഖകാലത്തിലും ദുഃഖകാലത്തിലും ജീവിതത്തിലെ ഏതു സാഹചര്യങ്ങളിലും നാം ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നവരായിരിക്കണം. സ്തോത്രം പറയുന്നതിൽ നാം ഒരിക്കലും പിശുക്ക് കാണിക്കരുത്. ഞെരുക്കങ്ങളിലും പ്രശ്നകലുഷിതമായ നേരങ്ങളിലും പിതാവേ, അങ്ങയ്ക്ക് ഞാൻ നന്ദി അർപ്പിക്കുന്നു എന്ന് പറയുന്നതിന് ഒട്ടും മടിക്കരുത്, മറന്നുപോകരുത്. കാരണം ഇതുവരെ എത്തി നിൽക്കുവാൻ കഴിഞ്ഞത് ദൈവം നമ്മുടെ ദേഹം, ദേഹി, ആത്മാവിൽ ഓരോ നിമിഷങ്ങളിലും പകർന്നു തന്ന ശക്തി കൊണ്ടല്ലേ, നമ്മുടെ സ്വന്തം കഴിവ് കൊണ്ടല്ലല്ലോ. നാം അറിയാതെ തന്നെ എത്രയോ വൻ കാര്യങ്ങൾ നമുക്ക് വേണ്ടി നമ്മുടെ വിവിധ നിലയിലുള്ള ജീവിത സാഹചര്യങ്ങളിൽ ദൈവം ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നാം നേരിടുന്ന ഞെരുക്കങ്ങളും കെടുതികളും ദൈവത്താൽ നമ്മിൽ നിന്ന് ദൂരീകരിക്കപ്പെടും എന്ന് ദൈവത്തിൻ്റെ വചനം നമുക്ക് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. നാം മറക്കാതെ നന്ദി അർപ്പിക്കുമ്പോൾ ദൈവനാമം മഹത്വപ്പെടുകയും നമ്മോട് പോരാടുന്ന ദുഷ്ടശക്തികൾക്ക് പ്രഹരമേൽക്കുകയുമാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് തിരിച്ചറിയുവാനിടയാകണം. അത് തിരിച്ചറിയുന്നവനാണ് ഒരു യഥാർത്ഥ ആത്മീയൻ. നാം ദൈവത്തിന് സ്തുതി പാടുമ്പോൾ, നാം ദൈവത്തിന് സ്തോത്രം പറയുമ്പോൾ പ്രിയരെ, നമ്മെ ലക്ഷ്യമിടുന്ന ഇരുട്ടിൻ്റെ ശക്തി അകന്നു മാറും. നമ്മുടെ ജീവിതത്തിലെ ഇരുട്ടുമൂടിയ ദിനങ്ങൾ പ്രകാശമുള്ളതായി തീരും. നമ്മുടെ ജീവിതത്തിൻ്റെ നാൾ വഴികളിൽ ഇരുണ്ട ദിനങ്ങൾ ദൈവം പ്രിയരെ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ആ നാളുകളിലും നാം ദൈവസന്നിധിയിൽ എങ്ങനെ ഇരിക്കുന്നു എന്നറിയുവാനും ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നാം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്ന് പരിശോധിച്ചറിയുവാനും വേണ്ടിയാണ് അത് എന്ന് നാം മനസ്സിലാക്കണം. സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും ഒട്ടും കഴിയാതിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിലും നമുക്ക് സ്തോത്രം പാടുവാനും ദൈവത്തിന് സ്തുതി അർപ്പിച്ച് ആരാധിക്കുവാനും കഴിഞ്ഞാൽ പ്രിയരെ, അതൊരു ത്യാഗമാണ്. ദൈവത്തിന് പ്രസാദകരമായ യാഗമായിരിക്കുമത്. ദൈവസന്നിധിയിൽ വളരെയേറെ വിലമതിക്കപ്പെടുന്ന ഒരു നന്ദി അർപ്പണമാണ് നാം വില കൊടുത്ത് ത്യാഗമനുഭവിച്ച് ദൈവത്തെ സ്തുതിക്കുന്നതും സ്തോത്രം പറഞ്ഞ് നന്ദി അർപ്പിക്കുന്നതും ആരാധിക്കുന്നതും. പലപ്പോഴും ജീവിതത്തിലെ ഇരുണ്ട ദിനങ്ങളിൽ, കഷ്ടതയുടെ നാളുകളിൽ, രോഗത്തിൻ്റെ കെടുതികൾ അനുഭവിക്കുന്ന നാളുകളിൽ നാം സ്തുതിക്കാതെ ഇരിക്കുന്നതും നന്ദി അർപ്പിക്കാതിരിക്കുന്നതും നമ്മുടെ പ്രതിയോഗിയായ പിശാചിന് ഏറെ സന്തോഷമേകുന്ന ഒരു കാര്യമാണ് എന്ന് ചിന്തിക്കണം. നാം ആ നാളുകളിൽ പിറുപിറുക്കണമെന്നും സ്വയം ശപിക്കുന്നവരായി തീരണമെന്നും വായിൽ തോന്നിയതെന്തും വിളിച്ചു പറയണമെന്നും
ദൈവത്തെ നിന്ദിക്കണമെന്നും തമ്മിൽ തമ്മിൽ കലഹിക്കണമെന്നും ദൈവത്തോട് നന്ദികേട് കാട്ടണമെന്നും പ്രാർത്ഥിക്കാതിരിക്കണമെന്നും ആരാധനയ്ക്ക് പോകാതിരിക്കണമെന്നും പിശാച് നമ്മിൽ ലക്ഷ്യമിടുന്നു. പിശാചിൻ്റെ ആഗ്രഹങ്ങൾ അതൊക്കെയാണ്. നാം ദൈവത്തെ പ്രസാദിപ്പിക്കുമോ പിശാചിനെ അനുസരിക്കുമോ? കഷ്ടതയുടെ നാളുകൾ ചുരുങ്ങണമെങ്കിൽ പ്രിയരെ, നമ്മുടെ മുൻപിൽ നിൽക്കുന്ന ഞെരുക്കങ്ങൾ, നമ്മൾ അനുഭവിക്കുന്ന ഞെരുക്കങ്ങൾ വേഗം വഴിമാറിപ്പോകുവാനുള്ള എളുപ്പ വഴി ദൈവത്തെ നന്ദിയുള്ള ഹൃദയം കൊണ്ട് സ്തുതിച്ച് ആരാധിച്ചു കൊണ്ടിരിക്കുക, ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുക, നന്ദി അർപ്പിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ചെയ്യുമ്പോഴാണ് ഇരുൾ നിറഞ്ഞ നാളുകൾ മാറി വെളിച്ചം നിറഞ്ഞ നാളുകൾ കൂടപ്പിറപ്പെ നന്ദി അർപ്പിക്കുന്ന ജീവിതങ്ങളിൽ ഉളവാക്കപ്പെടും എന്ന് ദൈവത്തിന് മാറ്റമില്ലാത്ത തിരുവചനം വ്യക്തമായി ഉറപ്പു തരുന്നു. നമുക്കത് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. അങ്ങനെ ഒരു അനുഭവത്തിന് വേണ്ടി ഇന്ന് പകലിൽ കൂടപ്പിറപ്പെ താങ്കളെ ഒന്ന് ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്താണ്. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ രക്ഷകനുമായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവിൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വന്ന് അങ്ങയുടെ കണ്ണുകളിലേക്ക് നോക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ഹൃദയത്തിൽ ഇരുട്ട് നിറഞ്ഞിരിക്കുവാൻ ഇടയാകാതെ ഞങ്ങളുടെ ഹൃദയത്തിൽ വെളിച്ചം വ്യാപരിക്കുവാൻ, ഞങ്ങളുടെ ഹൃദയത്തിൽ സന്തോഷം നിറയുവാൻ, ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തിന് ഉടമകളായി ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് സ്തോത്രം പാടിക്കൊണ്ടിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ പിശാചിനെ അനുസരിക്കുന്നവരായി തീരരുത്. ഞങ്ങൾ പിതാവാം ദൈവത്തിൻ്റെ വചനത്തെ അനുസരിച്ച് കർത്താവിനെ പ്രസാദിപ്പിക്കുന്നവരായി തീരുവാൻ സഹായിക്കണം. സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ ഇന്നിൻ്റെ മറുപടികളും വിടുതലുകളും കൊടുത്ത് അനുഗ്രഹിക്കണമേ കർത്താവേ. അവരുടെ കഷ്ടതകൾ, ഞെരുക്കങ്ങൾ, അവരുടെ നിന്ദകൾ, പരിഹാസങ്ങൾ, ദുഷികളൊക്കെ കർത്താവേ, ആ നാളുകൾ വേഗം തീർന്നു പോകാൻ, വേഗം അത് മാറിപ്പോകാൻ, വേഗം അത് അഴിഞ്ഞു പോകുവാൻ തക്കവണ്ണം ഓരോ ദൈവമക്കളും എപ്പോഴും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രവും സ്തുതിയും പാടിക്കൊണ്ടിരിക്കുവാൻ എല്ലാവരും പരിശീലിപ്പിക്കപ്പെടുവാൻ ഇടയാക്കണം. കർത്താവ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന വൻകൃപയ്ക്കായി സ്തോത്രം. ഇന്ന് ചില മറുപടികൾ ഞങ്ങൾക്ക് കൽപ്പിച്ചിരിക്കുന്നതിനായി സ്തോത്രം. മഹത്വം അങ്ങയ്ക്ക് മാത്രം അർപ്പിക്കുന്ന കർത്താവെ, സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്നു യേശു കർത്താവിന് ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്നു. ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയവചനങ്ങളാൽ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ചപ്പെട്ട കർത്താവിൻ്റെ വരവ് വേഗം നടക്കും. അവൻ്റെ വരവിലൂടെ നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ. ആരാധന അങ്ങയ്ക്ക്, 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 ആരാധന അങ്ങയ്ക്ക്. എന്റെ പാറയാകും യേശുനാഥാ, എന്നെ കാക്കും ദൈവം നീയേ. എന്റെ പാറയാകും യേശുനാഥാ, എന്നെ കാക്കും ദൈവം നീയേ. മഹിമയും ബലവും നിറഞ്ഞവനേ, എന്നെന്നും സ്തുതി നിനക്ക്. മഹിമയും ബലവും നിറഞ്ഞവനേ, എന്നെന്നും സ്തുതി നിനക്ക്. ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്. പരിശുദ്ധമേ, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്. ബലഹീന നേരങ്ങളിൽ നിന്റെ കൃപയ്ക്ക് തന്നല്ലോ നീ. എന്റെ ബലഹീന നേരങ്ങളിൽ നിന്റെ കൃപയ്ക്ക് തന്നല്ലോ നീ. യേശുനാഥാ, നീ എന്റെ ബലമായനാ, ഞാനൊട്ടും ഭയപ്പെടില്ല. യേശുനാഥാ, നീ എന്റെ ബലമായനാ, ഞാനൊട്ടും ഭയപ്പെടില്ല. ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്.
അങ്ങയ്ക്ക് യേശുവിന്റെ നാമത്തിൽ ആരാധന അങ്ങയ്ക്ക് ആരാധന അങ്ങയ്ക്ക് ചിറകുകളിൽ നിഴലിൽ ഇന്നും ആനന്ദം പകരുന്നു നീ എന്റെ ചിറകുകളിൽ നിഴലിൽ ഇന്നും ആനന്ദം പകരുന്നു നീ വിശ്വസ്തനും നീ എന്നും തുണയായുടും സ്തുതിക്കു യോഗ്യനും നീ വിശ്വസ്തനും നീ എന്നും തുണയായുടും സ്തുതിക്കു യോഗ്യനും നീ യേശുവേ ആരാധന അങ്ങയ്ക്ക് യേശുവേ ആരാധന അങ്ങയ്ക്ക് പരിശുദ്ധനേ ആരാധന അങ്ങയ്ക്ക് ആരാധന അങ്ങയ്ക്ക് ആരാധന അങ്ങയ്ക്ക് ആരാധന അങ്ങയ്ക്ക് ആരാധന അങ്ങയ്ക്ക് ആരാധന അങ്ങയ്ക്ക് ഇന്ന് ജീവനുള്ള നാളുകളെല്ലാം അങ്ങ് സ്തുതിച്ചു പാടിടുമേ ഇന്ന് ജീവനുള്ള നാളുകളെല്ലാം അങ്ങ് സ്തുതിച്ചു പാടിടുമേ സാധാരണ ചെയ്ത നന്മകളെ എന്നാളും സ്തുതിച്ചിടുമേ സാധാരണ ചെയ്ത നന്മകളെ എന്നാളും സ്തുതിച്ചിടുമേ ആരാധന അങ്ങയ്ക്ക് ആരാധന അങ്ങയ്ക്ക് താങ്ക് യു അങ്ങയ്ക്ക് യേശുവേ ആരാധന അങ്ങയ്ക്ക് ആരാധന അങ്ങയ്ക്ക് ആരാധന അങ്ങയ്ക്ക് കബലമക്കി കബലമലമ അങ്ങയ്ക്ക് ഓ ശബ്ദ